വചനം 20. വാക്കർത്ഥം. വമാ അർസൽന, നാം അയച്ചിട്ടില്ല, ഖബ്ലക, നിനക്കു മുമ്പ്, മിനൽ മുർസലീന, മുർസലുകളിൽ നിന്ന് ആരെയും, ഇല്ല ഇന്നഹും, നിശ്ചയമായും അവർ ആയിട്ടല്ലാതെ, ലയകുലൂന, തിന്നുന്ന, കഴിക്കുന്ന നിലയിൽ തന്നെ, അത്ത്വആമ, ഭക്ഷണം, വയംശൂന, അവർ നടക്കുകയും സഞ്ചരിക്കുകയും, ഫിൽ അസ്വാഖി, അങ്ങാടികളിൽ, വജഅൽന, നാം ആക്കിയിരിക്കുന്നു, ഏർപ്പെടുത്തിയിരിക്കുന്നു, ബഅ്ദകും, നിങ്ങളിൽ ചിലരെ, ലിബഅ്ദിൻ, ചിലർക്ക്, ഫിത്നതൻ, പരീക്ഷണം, കുഴപ്പം, അതസ്ബിറൂന, നിങ്ങൾ ക്ഷമിക്കുമോ, സഹിക്കുമോ എന്ന്, വകാന റബ്ബുക, നിന്റെ റബ്ബ് ആകുന്നു, ബസീറൻ, വീക്ഷിക്കുന്നവൻ, കണ്ടറിയുന്നവൻ. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. നബിയെ, നിനക്ക് മുമ്പ് മുർസലുകളിൽ അഥവാ ദൈവദൂതന്മാരിൽ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിൽ സഞ്ചരിക്കുകയും ചെയ്യാറുള്ള നിലയിൽ തന്നെയല്ലാതെ ആരെയും നാം അയക്കുകയുണ്ടായിട്ടില്ല. നിങ്ങളിൽ ചിലരെ മറ്റു ചിലർക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ സഹിക്കുമോ എന്ന്. നിന്റെ രക്ഷിതാവ് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു. 20-ാം വചനത്തിൻ്റെ വിശദീകരണം. അൽ മുർസൽ എന്നാൽ അയക്കപ്പെട്ടവൻ എന്നു വാക്കർത്ഥമാകുന്നു. ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൗത്യം എത്തിച്ചു കൊടുക്കുവാനായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കാണ് റസൂൽ എന്നും മുർസൽ എന്നും സാധാരണ പറയുന്നത്. ദൗത്യം എത്തിക്കുവാൻ വേണ്ടി അയക്കപ്പെടുന്ന എല്ലാവർക്കും ഭാഷയിൽ ഈ വിശേഷണ നാമങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. 7-ാം വചനത്തിൽ അവിശ്വാസികൾ പുറപ്പെടുവിച്ച ചില ആക്ഷേപങ്ങളെപ്പറ്റി പ്രസ്താവിച്ചുവല്ലോ. എന്തുകൊണ്ടാണ് ഈ റസൂൽ അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിൽ കൂടി സഞ്ചരിക്കുകയും ചെയ്യുന്നത് എന്നുള്ള ആ ആക്ഷേപത്തിന് മറുപടിയാണ് ഈ വചനത്തിൽ കാണുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള എല്ലാ മുർസലുകളും ഇതുപോലെ ഭക്ഷണം കഴിച്ചും ആവശ്യമുള്ളപ്പോൾ അങ്ങാടികളിൽ പോയിക്കൊണ്ടും തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയൊന്നുമല്ല. ദൈവദൂതന്മാർക്ക് ഇതൊന്നും യോജിച്ചതല്ലെന്നോ പാടില്ലെന്നോ ഒരു നിയമവും ഇല്ല എന്നാണ് മറുപടിയുടെ താൽപ്പര്യം. ചിലരെ ചിലർക്ക് പരീക്ഷണമാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞത് ശ്രദ്ധേയമാകുന്നു. ഉപദേഷ്ടാക്കളും പ്രബോധകന്മാരുമായ ആളുകൾക്ക് എതിരാളികൾ ഉണ്ടായിരിക്കലും പലതരത്തിലുള്ള എതിർപ്പുകളും വിഷമങ്ങളും നേരിടലും സ്വാഭാവികമാണെന്നും അതിലെല്ലാം ക്ഷമയും സഹനവും കൈക്കൊണ്ട് നിരാശപ്പെടാതെ അവർ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നുമാണ് ആ വാക്യം ധ്വനിപ്പിക്കുന്നത്. അല്ലാഹു എല്ലാം വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവസാനം ഉണർത്തിയിട്ടുള്ളത് അവർക്ക് മനസ്സമാധാനത്തിനും ആശക്കും വക നൽകുകയും ചെയ്യുന്നു.